Let's start FTIR or Fourier transform infrared spectroscopy. So FT stands for Fourier transform and IR stands for infrared. It is a preferred method of infrared spectroscopy. In infrared spectroscopy, this infrared radiation is passed through a sample and some of this radiation is absorbed by the sample and some of it is passed or transmitted. So the resulting spectrum represents the molecular absorption and transmission, which creates a molecular fingerprint of the sample. ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ അബ്സോർപ്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ തന്നെയാണ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റേഡിയേഷൻ IR റേഡിയേഷൻ കൊടുത്തു കഴിയുമ്പോൾ സാമ്പിൾ അതിൻ്റെ അകത്ത് കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് ആ സാമ്പിളിന്റെ പ്രത്യേകതയാണ്. സോ ഇറ്റ് വിൽ ബി എ ഫിംഗർ പ്രിന്റ് ഓഫ് ദാറ്റ് സാമ്പിൾ. സോ ദ ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ഈസ് ഡിറ്റക്റ്റഡ്. അപ്പോൾ ഇങ്ങനെ മോളിക്യൂളിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. Since this gives the fingerprint of the sample, like a fingerprint, no two unique molecular structures produce the same infrared spectrum. So this makes this spectroscopy useful for several types of analysis. Now, what information can FTIR provide? It can identify unknown materials. It can determine quality or consistency of a sample. Also, it can determine the amount of components in a mixture. Okay. Now, why infrared spectroscopy? Infrared spectroscopy has been a workhorse technique for materials analysis in the laboratory for over 70 years. An infrared spectrum represents a fingerprint of a sample with the absorption peaks which corresponds to the frequency of vibrations between bonds of the atoms making up the material. അപ്പോൾ ഈ IR റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഏത് ടൈപ്പ് ഓഫ് എനർജി ലെവൽസിലുള്ള ട്രാൻസിഷൻ കാരണം ഉണ്ടാവുന്നേ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അബ്സോർപ്ഷൻ, ഫോട്ടോലൂമിനസെൻസ് എന്നൊക്കെ പറഞ്ഞ ആ സ്പെക്ട്രോസ്കോപ്പി ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ഇലക്ട്രോണിക് എനർജി ലെവൽസ്. ട്രാൻസിഷൻ ബിറ്റ്വീൻ ഇലക്ട്രോണിക് എനർജി ലെവൽസിലുള്ള ട്രാൻസിഷൻ കാരണം വരുന്ന റേഡിയേറ്റീവ് എമിഷനെയാണ് നമ്മൾ ഫോട്ടോലൂമിനസെൻസ്, ഫ്ലൂറസെൻസ് വഴി കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താ? ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ബിറ്റ്വീൻ ദ ബോൺസ് ഓഫ് ആറ്റംസ്. അതായത് വൈബ്രേഷൻ എനർജി ലെവൽസിൽ ഉള്ള ട്രാൻസിഷൻ കാരണം ഉണ്ടാകുന്ന അബ്സോർപ്ഷനാണ് ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിൽ കിട്ടുന്നത്. അപ്പൊ IR റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ലോ എനർജി റേഡിയേഷൻ ആണ്. അപ്പൊ അത് അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ മോളിക്യൂൾ അതിന്റെ ഒരു ഗ്രൗണ്ട് ലെവൽ വൈബ്രേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ വരുന്നില്ല. വൈബ്രേഷൻ ലെവൽസിലുള്ള ട്രാൻസിഷൻ ആണ് വരുന്നത്. So, an infrared spectrum represents a fingerprint of a sample with the absorption peaks which corresponds to frequencies of vibrations between bonds of the atoms making up the material. അപ്പം ആ മെറ്റീരിയൽ നമ്മുടെ സാമ്പിളിന്റെ അകത്തെ മെറ്റീരിയലിന്റെ അകത്തെ മോളിക്യൂൾസിലെ ബോൺസിന്റെ വൈബ്രേഷൻ കാരണം ഉണ്ടാവുന്ന എനർജി ലെവൽസിലുള്ള ട്രാൻസിഷൻ കാരണം. ഓക്കെ. Because each different material is a unique combination of atoms, no two compounds produce the exact same infrared spectrum. Therefore, it can result in positive identification of every kind of material. അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ ടൈപ്പ് ഓഫ് സ്പെക്ട്രം ആയിരിക്കും. സോ ദാറ്റ് point notes the positive identification. അതായത് ഒരു qualitative analysis of the spectrum will gain information about the different kinds of materials. മെറ്റീരിയൽ ഏതാണെന്ന് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സ്പെക്ട്രം കാണുമ്പോൾ പറ്റും. In addition, size of the peaks is direct indication of the amount of material. നമ്മൾ നേരത്തെ പറഞ്ഞ മോളിക്യൂൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിന്റെ എമൗണ്ട് ഓഫ് കോമ്പൗണ്ട്സ് ഈച്ച് കോൺസ്റ്റന്റ് അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് അതിന്റെ ഇന്റൻസിറ്റി കൂടുതൽ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഓഫ് ദാറ്റ് ബോൺസ് ഉണ്ടെന്ന്. അതായത് ഇപ്പം OH ബോൺസിന്റെ ഇന്റൻസിറ്റി കൂടുതലാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് OH ബോൺസ് ഉണ്ട്, ചിലപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനത്തെ ഉള്ള ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഇതിനു മുമ്പ് ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഡിസ്പേഴ്സീവ് ടൈപ്പ്, അതായത് നമ്മൾ പ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കായിരുന്നു യൂസ് ചെയ്ത്. അത് കഴിഞ്ഞ് ഗ്രേറ്റിംഗ് ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അതിന്റെ കാരണം, അതായത് പഴയ ഡിസ്പേഴ്സീവ് അല്ലെ ഫിൽട്ടർ മെത്തേഡ്സിന്റെ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡാണ്.
അതായത് സാമ്പിളിന് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. It can provide a precise measurement which requires no external calibration. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് കാലിബ്രേഷൻ ഒന്നും ചെയ്യേണ്ട, സാമ്പിൾ വെക്കുക, മെഷർമെന്റ് എടുക്കുക. ആൻഡ് ദാറ്റ് ഓൾസോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് സ്പീഡ് കളക്ടിങ് എ സ്കാൻ എവറി സെക്കൻഡ്. വളരെ പെട്ടെന്നാണ് FTIRന്റെ സാമ്പിൾ സ്പെക്ട്രം കിട്ടുന്നത്. ഒരു സെക്കൻഡിൽ ചിലപ്പോൾ ഒരു സ്കാൻ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഇൻക്രീസ് സെൻസിറ്റിവിറ്റി. അതായത് 1 second scans can be co-added together to ratio out random noise. അപ്പം നോർമലി നമ്മൾ ഒരു സെക്കൻഡിൽ ഒരു സ്കാൻ എന്ന് പറഞ്ഞാൽ അത് എടുത്തോണ്ട് പോകല്ല, നമ്മൾ ഒരുപാട് സ്കാൻ ചെയ്യും, എന്നിട്ട് ആവറേജ് ആണ് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഇൻക്രീസ് സെൻസിറ്റിവിറ്റി. ഇറ്റ് ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ത്രൂപുട്ട്. ത്രൂപുട്ട് അതായത് ഒരു എഫിഷ്യൻസി കൂടുതലാണ്. ഇറ്റ് ഇസ് മെക്കാനിക്കലി സിമ്പിൾ വിത്ത് ഓൺലി വൺ മൂവിങ് പാർട്ട്. Okay. Now, Fourier transform infrared spectroscopy was developed in order to overcome the limitations of the dispersive instruments. The main difficulty was slow scanning speed. അപ്പോൾ നമുക്ക് സ്ലോ സ്കാനിങ് സ്പീഡിന്റെ ആ ഒരു ഡിഫിക്കൽറ്റി പെട്ടെന്ന് മൂവ് ചെയ്യാം, പിന്നെ പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്. Now, a method for measuring all the infrared frequencies simultaneously rather than individually was needed. അതായത് സ്പീഡ് കൂട്ടാനുള്ള ഒരു മെത്തേഡ്, എല്ലാ ഫ്രീക്വൻസിയിലെ മെഷർമെന്റ് 1 by 1 ആയിട്ട് എടുക്കുമ്പോഴാണല്ലോ ഈ സ്ലോ ആയിട്ട് പോകുന്നത്. ഒറ്റയടിക്ക് എല്ലാ ഫ്രീക്വൻസിയിലെ മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ അത് സ്പീഡ് കൂട്ടും. അതാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ ഒരു ഇന്റർഫെറോമീറ്റർ, ഒരു വെരി സിമ്പിൾ ഒപ്റ്റിക്കൽ ഡിവൈസ് കോൾഡ് ഇന്റർഫെറോമീറ്റർ വാസ് used. Now, interferometer produces a unique type of signal which has all of the infrared frequencies encoded into it. ഇതൊരു interferogram. Signal from an interferometer is interferogram. ഇതിങ്ങനെ ഒരു ഇന്റർഫെറോഗ്രാമിന്റെ അകത്ത് ആ ഇൻഫ്രാറെഡ് റീജിയനിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഫ്രാറെഡ് റീജിയനിലെ എല്ലാ ഫ്രീക്വൻസിയുടെയും സിഗ്നലും ഉണ്ട്. ഈ ഒരൊറ്റ സിഗ്നലിനകത്ത് തന്നെയുണ്ട്. അത് എംപഴ് ചെയ്ത് വെച്ചിരിക്കുക. അതായത് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. The signal can be measured very quickly using on the order of 1 second. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്നലിനകത്ത് എല്ലാ ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പൊ ഈ സിഗ്നൽ അങ്ങ് കൊടുത്താൽ മതി, അതിൻ്റെ അകത്ത് എല്ലാ ഫ്രീക്വൻസിയും ഒറ്റയടിക്കും സൈമൾട്ടേനിയസ് ആയിട്ട് സാമ്പിളിൽ ചെന്നോളും. Most interferometers employ beam splitter which takes the incoming infrared beam and divides it into 2 optical beams. ഇന്റർഫെറോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബീം സ്പ്ലിറ്റർ ആണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിനകത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ബീം സ്പ്ലിറ്റർ. ബീമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു 2 optical beams. One beam reflects off a flat mirror which is fixed in place. ഒരെണ്ണം ഫിക്സ്ഡ് മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരും. അത് other beam reflects off a flat mirror which is on a mechanism which allows this mirror to move a very short distance. ഒരു മിറർ beam splitter, it splits the beam into 2 optical beams and one beam reflects from a fixed mirror and other beam reflects from a moving mirror. Okay, the 2 beams reflect off their respective mirrors and are recombined. ഇവര് റിഫ്ലക്ട് ചെയ്ത് വരുന്നവർ റികമ്പൈൻ ചെയ്യും. ഇറ്റ് പ്രൊഡ്യൂസസ് ഇന്റർഫറൻസ് പാറ്റേൺ. അപ്പം ഫേസ് ഷിഫ്റ്റ് equal phase shift ആണെങ്കിൽ, I mean same phase shift ആണെങ്കിൽ, it produces interference of high maximum of high intensity, and otherwise it will be destructive interference. Because the path that one travels is a fixed length and other is a constantly changing as the mirror moves, the signal which exits the interferogram is the result of these 2 beams interfering with each other. ശരിയാണല്ലോ? ആ 2 ബീംസിന്റെ ഇന്റർഫറിംഗ് പാറ്റേൺ ആയിരിക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ദിസ് റിസൾട്ടിങ് സിഗ്നൽ ഈസ് കോൾഡ് ഇന്റർഫെറോഗ്രാം. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചോണം, ഇത് വരയ്ക്കാൻ നോക്കണം. അതായത് ഒരു ഫ്ലാറ്റ് വന്നിട്ട് ചെറിയ സിഗ്നലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പൾസ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇന്റർഫെറോഗ്രാം. ഇറ്റ് ഹാസ് എ യൂണിക് പ്രോപ്പർട്ടി ദാറ്റ് എവറി ഡേറ്റ പോയിന്റ് which makes up the signal has information about every infrared frequency which comes from the source. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല ഫ്രീക്വൻസിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ കമ്പൈൻ ചെയ്താൽ, അതായത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമല്ലോ. റിസൾട്ടന്റ് സിഗ്നൽ തന്നെ ഇതുപോലെ ഇരിക്കും. കൺസ്ട്രക്ട് ചിലയിടത്ത് അത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു, ചിലയിടത്ത് നല്ല ഇന്റൻസിറ്റി കൂടി വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് ഈ ഇന്റർഫെറോഗ്രാം എന്ന് പറയുന്നത്.
അപ്പൊ ഇതിനകത്ത് ഓരോ പോയിന്റിലും എല്ലാ ഫ്രീക്വൻസിയുടെ ഇൻഫർമേഷൻ ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. So this interferogram is measured. All the frequencies are being measured simultaneously. അപ്പൊ ഈ ഇന്റർഫെറോഗ്രാം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ഇന്റർഫെറോഗ്രാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാ ഫ്രീക്വൻസിയുടെ ഇൻഫർമേഷൻ കൊടുക്കുക എന്നതിന്റെ അർത്ഥം. ഇനി ഈ ഇന്റർഫെറോഗ്രാം നമ്മൾ സാമ്പിളിലോട്ട് കൊടുക്കും. പക്ഷെ സാമ്പിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റർഫെറോഗ്രാം കൊണ്ട് ചിലപ്പോൾ നമുക്ക് അനാലിസിസ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അനലിസ്റ്റിന് പല ഫ്രീക്വൻസിയിലുള്ളത് വേണം. അല്ലാതെ ഫ്രീക്വൻസി എല്ലാം കൂടെ ഒറ്റയടിക്ക് വന്നാൽ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് അനലൈസ് ചെയ്യാൻ. അതുകൊണ്ട് in order to make an identification, the measured interferogram signal cannot be interpreted directly. So I mean ഒരു ഡീകോഡിങ് എല്ലാം കൂടെ ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ഫ്രീക്വൻസി എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് കാണുന്നതിന് വരെ നമ്മൾക്ക് ഫ്രീക്വൻസി തിരിച്ചു കാണണം. അതിനെന്താ ഏറ്റവും സിമ്പിൾ മെത്തേഡ്? ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലോട്ടൊരു ട്രാൻസ്ഫോർമേഷൻ, and that is Fourier transformation. So this is accomplished by Fourier transformation. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ Fourier transform infrared spectroscopy എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർഫെറോഗ്രാമിൻ്റെ അകത്ത് Fourier transform ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പല ഫ്രീക്വൻസി അല്ല പല വേവ് ലെങ്തിലുള്ള ഡേറ്റ കിട്ടും. ഓക്കെ, ഇത് Fourier transform ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് കിട്ടുന്നത്. അത് ആ ഫ്രീക്വൻസിയിലുള്ള അബ്സോർപ്ഷന്റെ തോത് അല്ലെ ട്രാൻസ്മിഷൻ തോത് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു സ്പെക്ട്രം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് സാമ്പിൾ അനാലിസിസ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോഴ്സ് ഒരു ഇൻഫ്രാറെഡ് സോഴ്സ് ആയിരിക്കും. The beam passes through an aperture which controls the amount of energy presented to the sample. Source ഒരു infrared source. Then we'll have an interferometer which into which the beam enters where the spectral encoding takes place. അപ്പോൾ ഈ ഇന്റർഫെറോമീറ്ററിലോട്ട് ഇൻഫ്രാറെഡ് റേസ് എല്ലാവരും കൂടെ വരുന്നു. ഇന്റർഫെറോമീറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റർഫെറോഗ്രാമ, അതായത് എല്ലാ ഫ്രീക്വൻസിയുടെ ഒരു കോമ്പിനേഷൻ. സോ ആ ഒരു ഇന്റർഫെറോഗ്രാം ഇറ്റ് ഈസ് made to fall on the sample. The beam enters the sample compartment where it is transmitted through or reflected off the surface of the sample. But sample പറഞ്ഞാൽ ചിലപ്പം ഈ ട്രാൻസ്പെറൻറ്റ് സാമ്പിൾ ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ബീം സാമ്പിളിൻ്റെ അകത്തൂടെ പുറത്ത് കടന്നു പോകും. അപ്പം അതിൻ്റെ ട്രാൻസ്മിറ്റൻസ് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ചിലപ്പം ഇതിന് ഒപ്പേക്ക് സാമ്പിൾ ആണെങ്കിൽ ഇതൊന്ന് റിഫ്ലക്ട് ചെയ്ത് പോകും. എന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന എന്തോരം ആണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം ശരിക്കും അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ശരിക്കും അബ്സോർബൻസ് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് എന്ത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മൾ സാമ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യും. എനിവേ സാമ്പിൾ എന്തോരം അബ്സോർബ് ചെയ്യുന്നുള്ളത് എന്തായാലും ഡിറ്റക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് യൂസിങ് എ ഡിറ്റക്ടർ. The beam finally passes to the detector for final measurement. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വരുമ്പോൾ ഇറ്റ് ഈസ് മെഷേർഡ് സിഗ്നൽ ഇസ് ഡിജിറ്റലൈസ്ഡ് ആൻഡ് സെൻഡ് ടു ദ കമ്പ്യൂട്ടർ വെയർ ദി Fourier ട്രാൻസ്ഫോർമേഷൻ ടേക്സ് പ്ലേസ്. ഈ കാര്യം സിമ്പിൾ ആയിട്ടൊന്ന് കാണിക്കുകയാണെങ്കിൽ സോഴ്സിൽ നിന്ന് ഇന്റർഫെറോമീറ്ററിലോട്ട് പോകുന്നു. ഇന്റർഫെറോമീറ്റർ നമുക്ക് ഇന്റർഫെറോഗ്രാം സിഗ്നൽ കിട്ടും. ദാറ്റ് ഈസ് മേഡ് ടു ഫോളോ ഓൺ ദി സാമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് പാസ് ത്രൂ ദി സാമ്പിൾ. സാമ്പിൾ അബ്സോർബ് സം റേഡിയേഷൻ characteristics to its characteristic to its properties. അതിൻ്റെ അതിന് കിട്ടുന്ന resultant interferogram is detected by the detector and it is further Fourier transformed and we get a spectrum something like this. അപ്പോൾ ഈ സ്പെക്ട്രത്തിൽ നിന്ന് കാണാൻ പറ്റും പല വേവ് നമ്പർ. നോർമലി FTIR വേവ് നമ്പറിലാണ് തരുന്നത്. വേവ് നമ്പർ 2π/λ വേവ് നമ്പറിലുള്ള ട്രാൻസ്മിറ്റൻസ് ആണ് തരുന്നത്. ഇതിൻ്റെ അർത്ഥം പല വേവ് നമ്പറിൽ പല രീതിയിലാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റൻസ്. ഇവിടെ ട്രാൻസ്മിറ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇവിടെ അബ്സോർബൻസ് കുറവാണ്. ഇവിടെ ട്രാൻസ്മിറ്റൻസ് കുറവാണെന്ന് പറഞ്ഞാൽ ഇവിടെ അബ്സോർബൻസ് കൂടുതലാണ്. അതായത് സാമ്പിൾ അബ്സോർബ് ചെയ്ത് പോയി ഈ ഇൻഫ്രാറെഡ് റീജിയനിൽ. അപ്പൊ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സിഗ്നൽ നോയ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു സാമ്പിൾ ഒന്നും വെക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫെറോഗ്രാം ഒരു സ്പെക്ട്രം കാണും, എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇത് എൻ്റെ ഒരു ഡയഗ്രമാണ്. ഇത് നോക്കണം, നിങ്ങൾ സിമ്പിൾ ഡയഗ്രാം വരച്ചാൽ മതി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്പീഡ് ഇതിൻ്റെ ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഓൾ ദി ഫ്രീക്വൻസീസ് ആർ മെഷർഡ് സൈമൾട്ടേനിയസ്ലി. FTR ഇസ് മെഷർഡ് ഇൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്സ്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി dramatically improved by FTR. The detectors employed are much more sensitive and the optical throughput is very high. മെക്കാനിക്കൽ സിംപ്ലിസിറ്റി, കാരണം നമുക്ക് ആ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്ത് അധികം കോംപ്ലിക്കേറ്റഡ് പാർട്സുകളൊന്നുമില്ല. ഈ ഇന്റർഫെറോമീറ്ററിൻ്റെ അകത്ത് ബീം സ്പ്ലിറ്റർ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സോ ദ മൂവിംഗ്
mirror in the interferometer is the only continuously moving part in the instrument. ബാക്കിയെല്ലാം fixed part ആണ്. Internally calibrated. These instruments employ helium neon laser as an internal wavelength calibration standard. ഇതിനകത്ത് ഓൾറെഡി ഇന്റേണൽ കാലിബ്രേഷൻ ഒക്കെ നടന്നിട്ടുള്ളത്. നമ്മൾ സെപ്പറേറ്റ് ഓരോന്ന് സെൽഫ് കാലിബ്രേഷന്റെ ആവശ്യം വെച്ചാൽ നമ്മളായിട്ട് കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെൽഫ് കാലിബ്രേറ്റ് ചെയ്തോളൂ. So these advantages, along with several others, makes measurements made by FTR extremely accurate and reproducible. Thus, it is very reliable technique for positive identification of virtually any sample. The sensitivity benefits enable identification of even the smallest of contaminants. This makes FTR an invaluable tool for quality control or quality assurance applications. In addition, the sensitivity and accuracy of FTR detectors, along with the wide variety of software algorithms, have dramatically increased the practical use of infrared for quantitative analysis. Quantitative methods can be easily developed and calibrated and can be incorporated into simple procedures for routine analysis. ഇതിൻ്റെ അകത്ത് മോളിക്കൂൾ ഏതാണെന്ന് ഐഡന്റിഫൈ, നമ്മുടെ സാമ്പിൾ ഏതാണെന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പോസിബിൾ ആണ്. ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ, അതായത് നമ്മുടെ സാമ്പിളിന്റെ ക്വാളിറ്റി കൺട്രോളിന് വളരെ സ്യൂട്ടബിൾ ആണ് ഈ FTR സ്പെക്ട്രോസ്കോപ്പി. പിന്നെ ക്വാണ്ടിറ്റി അനാലിസിസ്, കാരണം ഇതിന്റെ ഇന്റൻസിറ്റി ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ടും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്.